എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അവസാനം കേന്ദ്ര ഗവൺമെന്റ് നല്ല പണി കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് വേഷം കെട്ടി നടക്കുന്ന കുറെ എണ്ണത്തിന്. ഇനി കേന്ദ്രം പറയും ആരാണ് ട്രാൻസ്ജെൻഡർ എന്നുള്ളത്. അതുപോലത്തെ ഒരു നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇത് കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എവിടെ നോക്കിയാലും ഇവര് തന്നെ ഉള്ളൂ. ജാസി എന്നൊക്കെ പറയുന്നവനെ ഒരു സിലിക്കോണൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് അവൻ പറയുകയാണ് ഞാനിപ്പോ പെണ്ണാന്ന് പറഞ്ഞുകൊണ്ട് വേഷം കെട്ടിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നത്. ഏഹ് അത് മാത്രവുമല്ല, ഇപ്പോഴത്തെ പുതുതായിട്ട് വന്ന വോട്ടർ ലിസ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ 283 ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമേ വോട്ടുള്ളൂ. അവരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള ഈ വേഷം കെട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വന്ന് ഈ ഒരു ബില്ലിനെതിരെ എന്താ പറയാ സമരം നടത്തിയ കുറെ എണ്ണം ഉണ്ടല്ലോ. അവരൊക്കെ അപ്പം ഏത് വിഭാഗത്തിൽ പെടും? അവരുടെയൊക്കെ ID എന്താണ്? അവര് പോയി വോട്ട് ചെയ്യുന്നത് ആണായിട്ടാണോ അതോ പെണ്ണായിട്ടാണോ? ആണായിട്ട് തന്നെയാണ്. അവർ ഇന്നേ വരെ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഇത്. എന്തായാലും നിയമം വളരെ കർശനമായിട്ട് വരികയാണ്. ആ നിയമം വരണം, അത് പ്രകാരം ഇവർക്ക് പണി കിട്ടും എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം കൊറ്റൽകുടങ്ങര ദേവീക്ഷേത്രത്തിൽ വെച്ച് ഇതുങ്ങൾ പോയി ഒരു ബഹളം ഉണ്ടാക്കുന്നത്. അതിലേക്കൊക്കെ ഞാൻ വരാം. അവിടെയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ഇതുങ്ങൾക്ക് എവിടെ പോയാലും വിഷയം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇവർക്ക്. എന്താ പറയുക, ആണുങ്ങൾ പെൺവേഷം കെട്ടി ചമയ വിളക്കെടുക്കുന്ന അവിടെയും പോയി ഇവർക്ക് വിഷയം ഉണ്ടാക്കണം, ഇവർക്കും വിളക്കെടുക്കണം എന്നുള്ള ഒരു കാര്യം ഇവർക്കുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകൾ അവരുടെ എവിടെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ ഇവർക്ക് പോകണം. അങ്ങനെ രണ്ടിടത്തും പോകണം, രണ്ടു വഞ്ചിയിലും കാല് ചവിട്ടി പോകണം എന്നുള്ള ഒരു ചിന്തയാണ് ഇവർക്കുള്ളത്. ഇവർ കുറച്ച് സിലിക്കോണും കുത്തി നിറച്ചുകൊണ്ട് ഇറങ്ങുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ജാസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം അവൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഇപ്പോഴും അവൻ മണി വെച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് അവന്റെ പറച്ചിൽ മൊത്തം ഞാൻ പെണ്ണാണ്, ഞാൻ സ്ത്രീയായി മാറി എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്ന ആ ബില്ലുണ്ടല്ലോ, ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് 2026, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ അവിടോട്ട് പോകാം. പ്രതിപക്ഷ എതിർപ്പിനിടെ ട്രാൻസ്ജെൻഡർ ബിൽ ലോക്സഭ പാസാക്കി. ജനിതക ശാരീരിക വ്യത്യാസങ്ങൾ മാത്രം ഉള്ളവരെ ഉൾപ്പെടുത്തിയാണ് ബിൽ പാസാക്കിയത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് കൃത്യമായ സുരക്ഷയും ആനുകൂല്യങ്ങളും ഉറപ്പാക്കാനാണ് ഭേദഗതിയെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. കിന്നർ, ഹിഡ്ജ, അരവാണി, യോഗ്ത തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക സ്വത്വമുള്ളവരെ മാത്രമേ ഇനി ട്രാൻസ്ജെൻഡറായി കണക്കാക്കൂ. വ്യക്തിപരമായ താല്പര്യമോ സ്വയം പ്രഖ്യാപിത ലിംഗസ്വത്വമോ ഇതിനായി അംഗീകരിക്കില്ല. ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ ബില്ലിൽ അനുമതി നൽകുന്നുണ്ട്. സ്വയം ലിംഗ പദവി നിർണ്ണയിക്കാനുള്ള അവകാശം ബില്ല് തകർക്കുന്നുവെന്നും ഇത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണ് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. കേട്ടല്ലോ. ഇനിയും സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് പോയി കുറച്ച് സിലിക്കോൺ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാലൊന്നും ട്രാൻസ്ജെൻഡർ ആകത്തില്ല. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അല്ല, എനിക്ക് മനസ്സിലാകാത്തത്, കഴിഞ്ഞ ദിവസം ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സമരത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നല്ലോ കുറെ എണ്ണം, വേഷവും കെട്ടിക്കൊണ്ട്. അപ്പം അവർ അത്രയും പേര് ഇറങ്ങിയിട്ടുണ്ട്. അവര് ഈ 283-നേക്കാട്ടിലും കൂടുതലുണ്ട്. അത് 283 എന്ന് പറഞ്ഞാൽ കുറച്ച് വിദേശത്തുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇതിന്റെ അകത്ത്. ഓക്കെ, എന്നാൽ അവർക്കൊന്നും ഈ പറയുന്ന വോട്ടർ ലിസ്റ്റിൽ പേരില്ല, വോട്ട് ചെയ്യാനുള്ള അർഹതയില്ല എന്നുള്ളതാണ്. അവരെ ഒന്നും ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലേക്ക് പെടുത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആണാണോ എന്നുള്ളത് ഇനിയും ആൺവേഷം മാത്രം കെട്ടിക്കൊണ്ട് വീട്ടിലിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇതുങ്ങൾ കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങളുണ്ട്. അതായത് മറ്റേ ഈ പറയുന്ന നമ്മുടെ ഈ ദേവീക്ഷേത്രത്തിൽ പോയി ആണുങ്ങളാണ് ചമയവിളക്ക് എടുക്കേണ്ടത്, എന്നാൽ ഇതുങ്ങൾ പോയി അവിടെ കുറെ ബഹളവും വഴക്കും ഒക്കെ ഉണ്ടാക്കി. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. നീ മുണ്ടുടുപ്പൂരിത്താ, ഞാൻ നിന്റെ മുണ്ടുടുപ്പിട്ടുണ്ട്, ഞാൻ പോയി തൊഴാം. നീ സാരി കൊടുത്തോടെ സംസാരിക്കാൻ പഠിക്കണം കേട്ടല്ലേ. ദേവസ്വം മന്ത്രി വന്നേക്കുന്നു ഇവിടെ. വേറെ എല്ലായിടത്തും നീ സംസാരിച്ച് നിൽക്കുള്ളൂ, മനസ്സിലായോ? ദേവസ്വം ഇവിടെ ദേവസ്വം പോകല്ലോ, ദേവസ്വം പോടേണ്ട ഒരു സംസാരിക്കാൻ പേര് പാസ് നിർത്തണേ. നിങ്ങൾ തൊഴണ്ടാന്നോ വരണ്ടാന്നോ അല്ല പറയാം. നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ എന്തുമാത്രം ആൾക്കാരെ കൂടി നിൽക്കുന്നതാണ്. ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ വർഷങ്ങളായിട്ട് വരുന്നവരെ പിന്നെ നിങ്ങൾ സഹകരിക്കും. അതുകൊണ്ട് നിങ്ങൾ തൊഴിൽ പുറത്തോട്ട് കുഴപ്പമില്ല, മനസ്സിലായി. തൊഴിൽ പൊക്കോട്ട് നിന്നോ. നിങ്ങൾ ഇവിടെ കമ്മിറ്റിക്കാര് വളരെ മാന്യമായിട്ടാണ് അവരോട് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കുറെ കൂടെ ഒക്കെ സമീപനം പാലിക്കണം.
അതൊന്നും ഇവർക്ക് പറ്റത്തില്ല. ഇതിനകത്ത് നല്ല രീതിയിൽ വന്ന് തൊഴാൻ വന്ന അവരുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയത്തില്ല. എന്നാൽ അവിടെ വന്ന് വിഷയമുണ്ടാക്കണം, മീഡിയക്കാരുടെ മുമ്പിൽ എനിക്ക് വൈറലാകണം, മീഡിയയിലൂടെ എന്റെ ഫോട്ടോയും എന്റെ മാത്രം പടം എന്റെ പിക്ചർ വരുമെന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് ഇറങ്ങി തിരിച്ച കുറെ എണ്ണമുണ്ട് വേഷവും കെട്ടിക്കൊണ്ട്. എന്നാൽ ഇവിടെ ഈ പറയുന്ന ഈ ക്ഷേത്രത്തിന്റെ ഒരു ആചാരവും വിശ്വാസവും അനുസരിച്ച് ആണുങ്ങളാണ് ഇവിടെ പെൺവേഷം കെട്ടി വരികയാണ്. അവർ ഒരിക്കലും ഇത് പറയുക ലിംഗം മാറ്റുകയോ അവർ സർജറി ചെയ്ത് അങ്ങനെ ആക്കുകയോ ഇങ്ങനെ ആക്കുകയോ ഒന്നും ചെയ്യാത്തവരാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ നേരെ പോവുക, ഒരു പെൺവേഷം കെട്ടുക, അങ്ങനെയുള്ള ഒരു സംഭവം. അത് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ആചാരമാണ് അത്. അല്ലാതെ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് അവർക്ക് പോയി വിളക്കെടുക്കാനുള്ള ഒരു അധികാരം അവിടെ ഇല്ല. അത് ആ ഒരു അമ്പലത്തിന്റെ ആ വിശ്വാസത്തിന് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ ബഹളം ഉണ്ടായി, അവിടെ പോലീസുകാർ വന്ന് ഇടപെട്ട് ലാത്തി അടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി ജാസിയൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. മണി മാത്രമായിട്ട് നടക്കേണ്ടതായിട്ട് വരും. പിന്നെ സിലിക്കോൺ വെച്ചതൊക്കെ എടുത്ത് കളയണം ദൂരെ, എങ്കിൽ മാത്രമേ ഇനിയിപ്പം എന്താ പറയാ പുരുഷ കമ്മ്യൂണിറ്റിയില് നിങ്ങളെ അംഗീകരിക്കത്തുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. എന്തായാലും ജാസി മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ കേട്ടു നോക്കി. 30 മാസം നമ്മൾ നോക്കാൻ പറ്റുന്ന ആളല്ലേ എന്തൊക്കെയാണോ പറയുന്നത്, 30 മാസമൊക്കെ നോമ്പ് നോക്കുന്ന കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്തായാലും പർദ്ദയൊക്കെ ഇട്ട് വലിയ ഞാനൊരു സ്ത്രീയാണ് എന്ന് കാണിക്കുന്ന രീതിയിലൊക്കെയാണ് ചെന്നത്. ഇനിയും ഈ പർദ്ദയൊക്കെ എടുത്ത് ഉമ്മയ്ക്ക് കൊടുക്കുന്നത് നല്ലത്. എന്തായാലും ഉമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞ സമയത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈവൻ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ കാരണം ഇനിയും എനിക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ അതൊരു ജീവിതം ഇല്ലാണ്ടായി പോകും, ഞാൻ എന്നോട് കാണിക്കുന്ന വലിയൊരു വഞ്ചനയായി പോകും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉമ്മാക്ക് ഇപ്പോഴും ഞാനൊരു എൻ്റെ മോനാണ് എന്ന് പറയുന്നതാണ് ഇപ്പോഴും ഉമ്മാക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഉമ്മാൻ്റെ മോളെന്ന കൂടുതൽ ഉപരി എന്നെ ഇപ്പോഴും ഒരു മകനായിട്ട് തന്നെയാണ് ഉമ്മ കാണുന്നത്. ഉമ്മയ്ക്ക് കാര്യം അറിയാം, നീ മോൻ തന്നെയാണെന്നും നീ ഇനി അറിയപ്പെടുന്നത് മോനായിട്ട് തന്നെയാണെന്നും ഉമ്മയ്ക്ക് അറിയാം. ഉമ്മയ്ക്കുള്ള ബുദ്ധി പോലും നിനക്കില്ലാതായി പോയല്ലോ എന്റെ ജാസി. എന്ത് ചെയ്യാൻ, ഇപ്പൊ കേന്ദ്രം വരെ പറയുകയാണ് നിന്നെ ഒന്നും പെണ്ണായിട്ടോ അല്ല ട്രാൻസ്ജെൻഡർ ആയിട്ടോ ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല, നീയൊക്കെ എന്താ പറയാ ആണാണെന്നുള്ള രീതിയിൽ കേന്ദ്രം ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നടപ്പിലാക്കിയ ഒരു ബില്ലാണ്. ഇപ്പോഴെങ്കിലും കേന്ദ്രം അടിപൊളി ഒരു ബില്ല് കൊണ്ടുവന്നല്ലോ, അത് പാസ്സാക്കിയത് തന്നെ നല്ലൊരു കാര്യമായിരുന്നു. എല്ലാവരും ഇതിനെ അംഗീകരിക്കുന്നുണ്ട് എന്തായാലും. പിന്നെ വേറൊരുത്തി ഉണ്ടല്ലോ, ഒരു ദീപ്തി എന്ന് പറഞ്ഞ ഒരുത്തി, ആ സാധനം വന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടുപോയിക്കുക. അതിന്റെ ഒരു ഡാൻസ് നിങ്ങളൊന്ന് കണ്ടുപോയി. കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന രീതിയിലാണ് ഒരു സിലിക്കോണും കുത്തി കയറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ഡാൻസ്. എന്ത് കോപ്രായോ കാട്ടുന്ന നോക്കി, കണ്ട് നോക്കി, നിങ്ങൾ തന്നെ നോക്കി. അത് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ അറപ്പ് തോന്നുന്നില്ലേ? ഇല്ലേ? എനിക്ക് സത്യം പറഞ്ഞ ഇതെന്ത് കാട്ടുന്നത്, വെച്ച് കെട്ടിയിട്ട് ആ ഒരു കാര്യം കാട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, ഈ പറയുന്ന ദീപ്തി എന്ന് പറഞ്ഞ പേരിട്ടുകൊണ്ട് നടക്കുന്ന ഈ പുള്ളിക്കാരൻ പറയുന്ന ബാക്കി കാര്യം ഒന്ന് കേട്ടു നോക്കിയേ. പുള്ളിക്കാരനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട്, പുള്ളിക്കാരനെ ഇവിടെ ഈ ചെസ്റ്റ് ഒക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അത് കുനിഞ്ഞു കാണിക്കുമ്പോൾ ഞാൻ എന്തിനു മറക്കണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്തായാലും സിലിക്കോൺ കുത്തി നിറച്ച ചെസ്റ്റ് അല്ലേ, കേട്ടു നോക്കും. ഹായ്, അയ്യോ ഞാൻ കുനിയുമ്പോ കൈവച്ചില്ലായിരുന്നു. കഴിഞ്ഞ ഒരു വീട്ടിൽ വെച്ചെടുത്ത, ഞാൻ എന്റെ വീട്ടിലിടുന്ന കോസ്റ്റ്യൂം ആയിരുന്നു അതെടുത്തിട്ട് ഒരു പെണ്ണുമ്പിള്ള തന്നെ പറയാം, ഒരു പെണ്ണ് വീഡിയോ എടുത്തിരിക്കുന്നു, അറ്റ്ലീസ്റ്റ് ഒന്ന് കുനിയുമ്പോൾ കൈ വെക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. എന്തിനാണ് കൈ വെക്കണേ? ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതെന്താണെന്നുള്ളത്. നമ്മൾ എങ്ങനെ നോക്കുക? നമ്മളെ പെങ്ങന്മാരാണെന്ന് നമ്മൾ എങ്ങനെ നോക്കുക? അത് വേറെ വീട്ടിലൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സെക്സ്, അല്ലെങ്കിൽ അവിടെ വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മ പെട്ടെന്ന് കുനിഞ്ഞു, അമ്മയ്ക്ക് അത് കൈവയ്ക്കാൻ പറ്റിയില്ല, നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുക? പൊക്കി പിടിച്ച പെണ്ണുമ്പിളേനെ ഞാൻ നേരിട്ട് വന്ന് ഞാൻ എന്തായാലും കാണുന്നുണ്ട്. എല്ലാ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കായാലും ട്ടാ, എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കാൻ വരാൻ പേടിയാണ്. ഇതിലേക്ക് എന്താണ് നമ്മൾ പറയേണ്ടത്? അല്ലേ, നല്ല സ്ത്രീകൾക്ക് മാനവും ഒക്കെ ഉള്ള ഓരോ സ്ത്രീകൾക്കും അവർക്ക് ലജ്ജ എന്ന് പറയുന്നത് ഒന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് മുറ്റമടിക്കുമ്പോഴായാലും അവരെവിടെയെങ്കിലും ഒന്ന് കുനിയുമ്പോഴായാലും അവരിങ്ങനെ കൈവച്ചത് മറച്ചുകൊണ്ട് നടക്കും. അല്ലാതെ ഇതുങ്ങളെ പോലെ ഒന്നും കാട്ടത്തില്ല. ഇതുങ്ങൾ വന്നതിൽ പിന്നാണ് കുറെ പെൺകുട്ടികളും ഇതുപോലെ കാണിക്കാൻ തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുങ്ങൾ സിലിക്കോൺ വെച്ച് ഇങ്ങനെ കാണിക്കും, മറ്റതുങ്ങൾ അല്ലാതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കാൻ വേണ്ടി കുറെ എണ്ണം ഇറങ്ങി ഇങ്ങനെ കളിക്കുകയാണ്. നല്ല സ്ത്രീകളുമുണ്ട്, നല്ല സ്ത്രീകളാണ്. കാരണം അവരുടെ ശരീരഭാഗങ്ങൾ മറ്റൊരുത്തർ കാണരുതെന്ന് ഉള്ള സ്ത്രീകളുമുണ്ട്.
എന്നാൽ മറ്റുള്ളവര് ചിലതൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരീരഭാഗങ്ങൾ കണ്ടോണം, നിങ്ങൾ കണ്ടോണം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ കുറെ എണ്ണം. ചിലരൊക്കെ വലയൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്, മൊത്തത്തിൽ വല. ഇവിടെ മാത്രമല്ല, ചെറുതായിട്ട് എന്തൊരു ഒരു ഇത് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. മൊത്തം വല ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ചില ആൾക്കാരുമുണ്ട്, ഇല്ലേ? അതാണ് പറഞ്ഞത്. ചിലർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു, ചിലരാണെങ്കിൽ എന്റെ ശരീരഭാഗങ്ങൾ ഞാൻ മറ്റുള്ളവരെ കാണിക്കുന്നത് എന്തിനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് സിലിക്കോണും കുത്തി നിറച്ചുകൊണ്ട് കുറെ എണ്ണം ഇറങ്ങുന്നുണ്ട്. അവിടെ മുറിച്ച് കളയുന്നു, ഇവിടെ കയറ്റി വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെന്തോ പെണ്ണുങ്ങളാണ്, ഞങ്ങളെന്തോ വുമൺ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് അമ്പലത്തിൽ പോയി വിഷയം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകൾ പോകുന്ന സ്ഥലത്ത് ഞങ്ങൾ സ്ത്രീകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുത്തിക്കയറി ചെല്ലുന്നു. ഇങ്ങനെ കുത്തിക്കയറ്റവും ഇങ്ങനെ തള്ളിക്കയറ്റവും ഒക്കെ ഏതാണ്ട് അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ബില്ല്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നല്ല പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഈ ജാസി കുണ്ടനൊക്കെ എന്ത് ചെയ്യാം, വീട്ടിൽ ആണായിട്ട് തന്നെ ഇരിക്കാം. മണി മുറിച്ച് കളയാതെ വെച്ചാൽ അത് നന്നായിരിക്കും എന്ന് തന്നെ പറയാനുള്ളൂ. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.